നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-ന് നടക്കും. മാരിയിൽ കലുങ്ക് പാലത്തിന്റെ കാഞ്ഞിരമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഹാരിസൺ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി കാളിയാർ ജുമാ മസ്ജിദ് കമ്മിറ്റിയും വിശ്വാസികളും രംഗത്ത്. പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഫെഡറൽ ബാങ്കിന്റെ മങ്ങാട്ടുകോല ബ്രാഞ്ച് നവീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തത്. സർക്കാർ നടപ്പാക്കിയ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രകാശനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. എൻ്റെ കേരളം 2025 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടത്ത് ഏപ്രിൽ മാസം 28-ാം തീയതി 29-ാം തീയതി രാവിലെ മുതൽ വാഴത്തോപ്പ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് പ്രദർശന വിപണനമേള. നമ്മുടെ ജില്ലയുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിക്കാൻ ഏവരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പ്രദർശന വിപണന മേള വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിക്കും. സർക്കാർ സേവനങ്ങൾ, പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന സ്റ്റാളുകൾ മേളയിലുണ്ടാകും. കൂടാതെ വാണിജ്യ സ്റ്റാളുകളും മേളയുടെ ഭാഗമാകും. ടൂറിസം, വ്യവസായം, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകൾ തിരിച്ച് സെമിനാറുകളും നടക്കും. എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും. യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഓൺലൈനായി പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ്, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ GS വിനോദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PB സബീഷ്, ഷിജോ തടത്തിൽ, MK പ്രിയൻ, സണ്ണി ഇല്ലിക്കൽ, CM അസീസ്, സജി തടത്തിൽ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാരിയിൽ കലുങ്ക് പാലത്തിന്റെ കാഞ്ഞിരമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, PG രാജശേഖരൻ, PWD ഉദ്യോഗസ്ഥർ, കോൺട്രാക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത്. 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത്. പാലത്തിന്റെ ഒളമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണം 1.80 കോടി രൂപയും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കാഞ്ഞിരമറ്റം ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുവാൻ സാധിക്കും. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കോൺട്രാക്ടർ സാബു ചെറിയൻ അറിയിച്ചു. നമ്മുടെ മാരിക്കലുങ്ക് പാലത്തിന്റെ കാഞ്ഞിരമറ്റം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇന്നിവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കാഞ്ഞിരമറ്റം അമ്പലം ജംഗ്ഷനിലേക്ക് പാലത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. എൻ്റെ സ്ഥലമെടുപ്പെല്ലാം നേരത്തെ തീർന്നതാണ്. ഇപ്പോൾ അതിൻ്റെ എല്ലാ അനുമതിയും കിട്ടി. കോൺട്രാക്ടർ എഗ്രിമെൻ്റ് വെച്ച് ഇന്ന് മുതൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഒളമറ്റം സൈഡിലേക്കുള്ള ജോലികൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ ഭാഗം പൂർത്തിയാക്കി, ടാറിങ് എല്ലാം പൂർത്തിയാക്കി. ഇതും കൂടെ തീർന്നാൽ നമുക്ക് കാഞ്ഞിരമറ്റവും ഒളമറ്റവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ മൂലമറ്റം റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഈ പാലത്തിൻ്റെ ഒരു ഉപയോഗം ഉണ്ടാകും. തീർച്ചയായിട്ടും വൈകിയാണെങ്കിലും വളരെയേറെ സന്തോഷമുണ്ട്. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, അതായത് ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇപ്പോൾ കാഞ്ഞിരമറ്റം മുതൽ മാരിക്കലുങ്ക് വരെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒറിജിനൽ അലൈൻമെൻ്റ് അനുസരിച്ച്
കാരിക്കോട് മുതൽ മുതലിയാർമഠം തുടങ്ങി കാഞ്ഞിരമറ്റം വന്ന് മാരിക്കടവ് വന്ന് അവിടുന്ന് ചുങ്കത്തിലേക്ക് ചേരുന്ന ഒരു ബൈപ്പാസാണ് ഇതിൻ്റെ ഒറിജിനൽ അലൈൻമെൻറ്റ്. ആ അലൈൻമെൻ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ഒരു തർക്കവുമില്ലാതെ ഇതിൻ്റെ ബൗണ്ടറി സ്റ്റോൺസെല്ലാം ഇട്ടിട്ടുള്ളതാണ്. അത് എത്രയും വേഗം അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കി കാരിക്കോട് ചുങ്കം പുതിയ ബൈപ്പാസ്, അതാണ് ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ കാരിക്കോട് നിന്ന് ചുങ്കത്തിനുള്ള ബൈപ്പാസ് കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു സ്വപ്ന പദ്ധതി പൂർത്തീകരിച്ചു നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ബൈപ്പാസ് വന്നാൽ നമ്മുടെ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസ് പോലെയും നാലുവരിപ്പാത പോലെയും അല്ലെങ്കിൽ കോതായിക്കുന്ന് ബൈപ്പാസ് പോലെയുമുള്ള മനോഹരമായിട്ടുള്ള റോഡാവും. ഈ കാഞ്ഞിരമറ്റം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഓമറ്റ പ്രദേശങ്ങൾക്കെല്ലാം വലിയ മാറ്റം അതോടെ ഉണ്ടാവും. ഇതെല്ലാം പട്ടണത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു ബൈപ്പാസായിട്ട് അത് മാറും. അതുകൊണ്ട് എത്രയും വേഗം അതിൻ്റെ നിർമ്മാണം കൂടി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതാണ് ഹാരിസൺ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി കാളിയാർ ജുമാ മസ്ജിദ് കമ്മിറ്റിയും വിശ്വാസികളും രംഗത്ത്. കോടതിയിൽ നിന്ന് ലഭിച്ച താൽക്കാലിക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ ഇതര കൃഷിക്കായി സ്ഥലം പാട്ടത്തിന് നൽകുകയും കമ്പിവേലി ഉപയോഗിച്ച് കെട്ടിയടച്ച് കുടിവെള്ളം വരെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതി വിശേഷമാണെന്ന് പള്ളി കമ്മിറ്റി ആരോപിച്ചു. കാളിയാർ ഹാരിസൺ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി കാളിയാർ ജുമാ മസ്ജിദിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വിശ്വാസികളും ഭരണസമിതിയും. നിലവിൽ കേസ് നിലനിൽക്കുന്ന ഭൂമിയിൽ കോടതിയിൽ നിന്ന് ലഭിച്ച താൽക്കാലിക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ ഇതര കൃഷിക്കായി സ്ഥലം പാട്ടത്തിന് നൽകുകയും കുടിവെള്ളം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും പള്ളി കമ്മിറ്റി ആരോപിച്ചു. ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 5 നേരം നമസ്കരിക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ഞങ്ങളുടെ കിണറാണ് ഈ കാണുന്നത്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പ്രവേശനമില്ല, മൊത്തം തടഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഈ കാളിയാർ എസ്റ്റേറ്റിലെ മാനേജറുടെ ധിക്കാരപരമായൊരു നടപടിയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഇവരുടെ ഭൂമിയാണെന്ന് അവകാശപ്പെടാൻ യാതൊരു രേഖയും അവരുടെ കയ്യിലില്ല. 18 വർഷത്തിന് മുകളിലായി ഇതിന് കരമടച്ചിട്ട്. അതുപോലെ ഇത് ഗവൺമെൻറ് തന്നെ GPA വെച്ചുകൊണ്ട് ഇതിൻ്റെ കേസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അത് മറവ് ചെയ്തതിൻ്റെ ആവശ്യത്തിലോട്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഭൂമി ഉള്ള സ്ഥലമാണിത്. തന്നെയല്ല ഇത് അവരുടെയാണെന്ന് തെളിയിക്കാനുള്ള സർവേ നമ്പർ ഒന്നും അവർക്കില്ല എന്നുള്ള കോടതി വളരെ വ്യക്തമായി പരിശോധിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കേസും താൽക്കാലിക കൃഷി നടക്കുന്നതിന് വേണ്ടി ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഇപ്പോൾ ചെയ്യുന്ന ഇവിടെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നു. അതും കോൺട്രാക്ട് ബേസ് അടിസ്ഥാനത്തിലാണ് പൈനാപ്പിൾ കൃഷി നടത്തുന്നത്. യഥാർത്ഥത്തിൽ പൈനാപ്പിൾ കൃഷി നടത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ്. കാരണം ഇടവേള കൃഷിയല്ല പൈനാപ്പിൾ കൃഷി, അങ്ങനെ അനുവാദവുമില്ല. അതും ഒക്കെ ഇവരുടെ ഈ മാനേജറുടെ ധിക്കാരപരമായ ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾക്ക് അതിന് കാണാൻ കഴിഞ്ഞുള്ളൂ. അവർ ഇവിടെ റബ്ബർ കൃഷി ചെയ്യുന്ന കോടതി ഉത്തരവിൻ്റെ പേരിൽ റബ്ബർ കൃഷി ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല. റബ്ബർ കൃഷി താൽക്കാലിക ഒരു ഇൻജക്ഷൻ ഓർഡർ കിട്ടിയേക്കാണ്, അതിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തടസ്സമില്ല. കന്നാര കൃഷി ചെയ്താൽ ഞങ്ങൾ തടയും. തീർച്ചയായിട്ടും ഇന്നത്തെ ഹരിസൺസ് മലയാളം ലിമിറ്റഡിന് കന്നാർ കൃഷിക്ക് വേണ്ടി ഇടവേള കൃഷിക്ക് വേണ്ടി കൊടുക്കാനുള്ള അധികാരവുമില്ല. 28 വർഷമായിട്ട് സർക്കാരിൻ്റെ കരം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ കോടതി വിധി മാനിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നതാണ്. കണ്ണാര കൃഷി ചുറ്റും ചെയ്താൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ക്യാൻസർ രോഗം 3-4 കുട്ടികൾക്ക് ക്യാൻസർ രോഗമുണ്ട്, അവരെ ബാധിക്കും. അതുമല്ല താനും നമ്മുടെ പരിസരം ഞങ്ങൾക്ക് മയ്യത്തടക്കാനുള്ളതാണ്. വനിതകൾ ഇതിനു മുമ്പും ഞങ്ങൾ സാധാരണ പുറത്ത് വരാറില്ല. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വരേണ്ട ഇട വന്നു. അതുതന്നെ ദയവ് ചെയ്ത് മാനേജറിനോട് പറയാനുള്ളത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പള്ളിയുടെ സ്ഥലം കവർന്നെടുത്തുകൊണ്ട് അവർ വേലി കെട്ടി തിരിച്ചേക്കണമാണ് കാണാം. ഞങ്ങളുടെ കിണറ്റിലേക്ക് ഇറങ്ങാനോ വെള്ളം എടുക്കാനോ യാതൊരു സൗകര്യമില്ല. ചുറ്റും മതിൽ കെട്ടി വേലി കെട്ടി തിരിച്ചേക്കാണ് അവർ. കൂടാതെ കോമ്പൗണ്ട് കമ്പിവേലി കെട്ടി അടച്ചതിനാൽ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചു. എല്ലാ ആവശ്യത്തിന് 5 നേരം വെള്ളം എടുക്കുന്ന കിണറായിരുന്നു ഇത്. നമുക്ക് ഇവിടെ വഴി നേരത്തെ മുതൽ ഉണ്ടായിരുന്നതായിരുന്നു. ഈ വഴി ഇപ്പോൾ മാനേജ്മെൻറ്റ് കട്ടായമായി അടച്ചുപൂട്ടി. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു വഴി അടച്ചു പൂട്ടരുത് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ CAയുടെ സാന്നിധ്യത്തിൽ ഇതെവിടെ വഴിയുണ്ടെന്ന് നിങ്ങൾക്ക് അവിടെയാണ് വഴി ഇട്ട് തന്നേക്കുന്നത്. CA ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് വന്ന SI മനഃപൂർവ്വം ഞങ്ങളിവിടെ നിന്നപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല. പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് മയ്യത്തടക്കാൻ സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ മാനേജ്മെൻറ്റിനോടും സൗഹാർദ്ദ നിലയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. ഈ നാട്ടിലുള്ള എല്ലാവിധ ജാതി ജനങ്ങളും ഞങ്ങളുടെ ഒപ്പം സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് മാത്രം ഏകപക്ഷീയമായിട്ട് മാനേജറിൻ്റെ പങ്കുകാശ് മേടിച്ചുകൊണ്ട് മാനേജറിന് വേണ്ടി സപ്പോർട്ട് പറഞ്ഞുകൊണ്ടും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുമാണ് ഇന്ന് വന്ന പോലീസ് സംസാരിക്കുന്നത്. പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി പറഞ്ഞു.
സ്കൂളിനോടുള്ള അവഗണനയ്ക്കെതിരെയും ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. PTA പ്രസിഡന്റ് ജെയ്സൺ കുര്യാക്കോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ യുണിസെഫ്, SCERT അടക്കം അംഗീകാരം നേടിയ പൂമാലയുടെ സ്വന്തം പൊതുവിദ്യാലയമെന്ന് അഭിമാനിച്ചിരുന്ന മാതൃകാ വിദ്യാലയം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ വർണ്ണക്കൂടാരം, സ്റ്റാർസ്, പ്രീ പ്രൈമറിയിലെ കളി ഉപകരണങ്ങളും ഷെൽഫും അടിച്ചു തകർക്കുകയുണ്ടായി. കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, പൈപ്പുകൾ ഇവയെല്ലാം ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് താമസിക്കുവാൻ പണി കഴിപ്പിച്ച ക്വാർട്ടേഴ്സ് പാതി നശിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നിലകൊള്ളുന്നു. സ്കൂൾ സുരക്ഷയ്ക്കായി പിടിപ്പിച്ച സുരക്ഷാ ക്യാമറ സാമൂഹ്യ വിരുദ്ധർ ഊരിയെടുത്തു കൊണ്ടുപോയി. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ ഹൈസ്കൂൾ വരാന്ത ഗ്രില്ലിടുകയുണ്ടായി. എന്നാൽ അതിൽ പൂട്ടിവെച്ചിരുന്ന പെൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സൈക്കിൾ പാർട്സാക്കി അഴിച്ചുകൊണ്ടു പോവുകയാണുണ്ടായത്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി പറഞ്ഞു. സ്കൂളിനോടുള്ള അവഗണനയ്ക്കെതിരെയും ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. PTA പ്രസിഡന്റ് ജെയ്സൺ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് മെമ്പർ അഭിലാഷ് രാജൻ, സ്കൂൾ പ്രിൻസിപ്പൽ ദീപ ജോസ്, ഹെഡ്മിസ്ട്രസ് രാജീവ് പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ചുറ്റുമതിൽ ആവശ്യമുള്ളിടത്തും അതിലും ബാക്കി ഫെൻസിംഗ് ആയിട്ടും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഏജൻസികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരാരും നമ്മുടെ ഇതിനോട് അങ്ങോട്ട് പ്രതികരിക്കുന്നില്ല. സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണോ എങ്ങനെയാണോ അതോ പൂമാല സ്കൂളിനെ അവഗണിക്കാനുള്ളതെന്ന് അറിയില്ല. ഒരു ട്രൈബൽ സ്കൂളാണ്. ശരിക്കും കേരളത്തിലെ നമ്പർ 1 ട്രൈബൽ സ്കൂളിൽ ഒന്നാണ് പൂമാല ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഏറ്റവും അധികം ഇവിടെ കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട്, കളിക്കട്ടെ. പക്ഷേ നമ്മുടെ സാധനങ്ങൾ സംരക്ഷിക്കണം. പിന്നെ ചുറ്റുമതിൽ നമുക്കൊരു ആവശ്യമാണ്. കാരണം ഏത് ആൾക്കും ഇവിടെ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്നൊരവസ്ഥയിലാണ്. അത് പറ്റത്തില്ല. നമുക്ക് ചുറ്റുമതിൽ ഉണ്ടായെങ്കിൽ കുറേയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് വേണ്ടത് ക്യാമറയാണ്. ക്യാമറ അഴിച്ചുകൊണ്ട് പോയെങ്കിലും ഈ സ്കൂൾ കവർ ചെയ്യുന്ന ഒരു ക്യാമറ തീർച്ചയായിട്ടും നമുക്ക് വേണം. എങ്കിൽ മാത്രമാണ് കുറേയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. സ്കൂൾ സുരക്ഷിതമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിപ്പോൾ BRCയുടെ കീഴിൽ കരിമണ്ണൂർ BRC തന്നൊരു 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മുടെ വർണ്ണക്കൂടാരം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നശിപ്പിച്ചിട്ടേക്കുന്നത്. അതുപോലെ എല്ലായിടത്തും സൈക്കിൾ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ വാങ്ങിയ സൈക്കിളിൻ്റെ പാർട്സ് എടുത്തുകൊണ്ട് പോയി. ഹയർ സെക്കൻഡറിയിലെ CCTV ക്യാമറ എടുത്തുകൊണ്ട് പോയി. ഇവിടുത്തെ CCTV ക്യാമറ എടുത്തുകൊണ്ട് പോയി. എന്ത് വെച്ചാലും ഇവിടുത്തെ ആളുകൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ സ്കൂളിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇവിടെ മുഴുവനും മദ്യക്കുപ്പികളും കുടിക്കാനുള്ള ഗ്ലാസും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു CCTV ക്യാമറ വെച്ചിരുന്നു. ആ ക്യാമറ മൊത്തമായിട്ട് പറിച്ചെടുത്തുകൊണ്ട് പോയി. ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ച ഒരു തുമ്പൂർമൊഴി പ്ലാന്റ് ആയിരുന്നു. അതിനകത്ത് നമ്മുടെ ഭക്ഷണ വേസ്റ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ചുറ്റുപാടുകളെ കുട്ടികളുടെ അല്ലാത്ത വേസ്റ്റുകളും എല്ലാം നമ്മൾ ഇതിനകത്ത് ഡംപ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതും ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധര് ഇതിൻ്റെ പൂട്ട് തല്ലി പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇതിനകത്ത് കയറിയത്. അതിൻ്റെ ഇത് ഓരോ സിമെൻറ്റ് റാക്കുകളാണ്. ഈ ഓരോ സിമെൻറ്റ് റാക്കുകളും നശിപ്പിച്ച് അതിനകത്ത് ഊരിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പൂമാല സ്കൂളിലെ അധ്യാപകർക്ക് താമസിക്കാൻ വേണ്ടി 2000-ൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ഇതിൽ അധ്യാപകർ 3-4 അധ്യാപകർ ഇതിനകത്ത് താമസിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ ഇത് ഇവിടെ ഇങ്ങനെ കിടന്നുപോയി. ഇപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒന്നാന്തര താവളമായിട്ട് മാറിക്കാണ്. എല്ലാത്തരം അനാശാസ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. SMC ചെയർമാൻ PG സുധാകരൻ, PTA പ്രതിനിധികൾ, SMC പ്രതിനിധികൾ, സ്കൂൾ സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ സംരക്ഷണത്തിനായി ഒരു ജാഗ്രതാ സമിതി ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യം അധ്യാപകരായ ഉഷാകുമാരി CS, MG സലിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂമാല. പെരുമ്പളിച്ചിറ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ദിവ്യരക്ഷാലയത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിഭവസമൃദ്ധമായ പെരുന്നാൾ സദ്യയും മദർ ആൻഡ് ചൈൽഡിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഒരുക്കിയാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമം ചിലവ് ഫൈസൽ മൗലവി ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ നിസാർ പഴേരി അധ്യക്ഷത വഹിച്ചു. റമദാനിന്റെ പൊരുളറിഞ്ഞ സ്നേഹസംഗമം മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലെയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെയും 500ഓളം അന്തേവാസികൾക്ക് പെരുന്നാൾ സന്തോഷം പകരുന്നതായി. പെരുമ്പളിച്ചിറ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ദിവ്യരക്ഷാലയത്തിൽ നടത്തിയ ചെറിയ പെരുന്നാൾ സ്നേഹവിരുന്ന് ഹൃദ്യമായി. വിഭവസമൃദ്ധമായ പെരുന്നാൾ സദ്യയും മദർ ആൻഡ് ചൈൽഡിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഒരുക്കിയാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹസംഗമം ഫൈസൽ മൗലവി ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരും അവനവനിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഇതേപോലുള്ള ഒരുമിച്ച് കൂടലിന് ഏറെ പ്രസക്തിയുണ്ട്. വർഷങ്ങളായി
കൃത്യമായി ഇതേപോലെ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈ ദിവ്യരക്ഷാലയത്തിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇങ്ങനെ ഒരുമിച്ച് കൂടി ഈദ് സന്തോഷം പങ്കിടുക, അതിന് മുന്നോട്ട് വന്ന ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെയും പാർട്ടിയുടെയും മറ്റു ഭാരവാഹികളെ മുക്തികണ്ഠം പ്രശംസിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിനു മുമ്പ് ഒരിക്കൽ ഇതേ വേദിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എല്ലാ വർഷവും അത് മുടങ്ങാതെ നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് പട്ടിണിയുടെയും വിശപ്പിൻ്റെയും സഹനത്തിൻ്റെയും അവസ്ഥകളെ മനസ്സിലാക്കി ഒടുവിൽ കടന്നു വരുന്ന ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ആ ഈദുൽ ഫിത്തർ ആഘോഷം പല കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊപ്പമാകണം എന്ന തീരുമാനത്തെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. സഹജീവി സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മഹനീയ മാതൃകയാണ് ഈദുൽ ഫിത്തർ എന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിയുടെ മാരക വിപത്തിനെതിരെ നാടൊന്നിക്കണമെന്നും സ്നേഹസംഗമം ആഹ്വാനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ നിസാർ പഴേരി അധ്യക്ഷത വഹിച്ചു. ദിവ്യരക്ഷാലയം ഡയറക്ടർ ടോമി മാത്യു സ്വാഗതം ആശംസിച്ചു. ഫാദർ ബെന്നി ഓടയ്ക്കൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM അബ്ബാസ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജില്ലാ സെക്രട്ടറിമാരായ TS ഷംസുദ്ദീൻ, PMA റഹീം, STU ജില്ലാ പ്രസിഡന്റ് നൌഷാദ് വഴിക്കൽ പുരയിടം, ജനറൽ സെക്രട്ടറി VS മുഹമ്മദ്, ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, KV ജോസ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു, PM നിസാമുദ്ദീൻ, VM സുലൈമാൻ, അജാസ് പുത്തൻപുര, അൻസാർ മലയിൽ എന്നിവർ സംസാരിച്ചു. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജോഷി ഓടയ്ക്കൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സർവീസിൽ നിന്നും വിരമിച്ച KSRTC തൊടുപുഴ സ്റ്റേഷൻ മാസ്റ്റർ MN അനിലിന് യാത്രയയപ്പ് നൽകി. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ ചേർന്ന യോഗം KSRTC വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് S സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. KGSTA സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി TJ പീറ്റർ അധ്യക്ഷത വഹിച്ചു. മറ്റ് നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച KSRTC തൊടുപുഴ സ്റ്റേഷൻ മാസ്റ്റർ MN അനിലിന് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് യാത്രയയപ്പ് നൽകി. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ ചേർന്ന യോഗത്തിൽ KGSTA സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി TJ പീറ്റർ അധ്യക്ഷനായി. KSRTC വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് S സീതിലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു. നമ്മളൊരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അനിലിന്റെ വീട്ടിലുള്ള ദിവസമോ ഒക്കെ മീറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. കാരണം പുള്ളിക്കാരൻ ജോലി മാറ്റി വെച്ചിട്ട് മീറ്റിംഗ് വരാൻ തരാറില്ല. അങ്ങനെ ഉറച്ച നിലപാടുകളാണ്. അതുകൊണ്ട് ഇപ്പോ 2 മാസമായിട്ട് ഇഷ്ടംപോലെ അവധി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അവധിയൊന്നും എടുക്കാതെ ജോലി അവസാനം കിട്ടേണ്ടതായപ്പോ 2 മാസമായിട്ട് പണിക്ക് പോകാതെ ലീവ് എടുത്ത് നടക്കുക. കാരണം ലീവ് പോലെ 6 മാസമായിട്ട് ആലോചിച്ചു. ഇപ്പൊ പണിയെടുക്കുന്ന സമയത്ത് അർഹതപ്പെട്ട അവധി പോലും എടുക്കാതെ പണിയെടുത്ത ആളുകളാണ്. നമ്മുടെ വർക്കേഴ്സ് ഫെഡറേഷനിൽ കുറെ ആളുകൾ വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും കാര്യം തന്നെയാണ് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളാണ്. അല്ലാതെ വേറെ ലക്ഷ്യത്തിൽ വെച്ച് പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്ന നേതാക്കളുടെ കാര്യമില്ല. അതാണ് ശ്രദ്ധിച്ചത്. കോവിഡിന്റെ സമയത്ത് പോലും KSRTC വിളിച്ച മീറ്റിംഗിൽ ഞങ്ങൾ രണ്ടുപേരുടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ആ മാനേജ്മെന്റിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഞാൻ കോവിഡ് അല്ലായിരുന്നു, അവർക്ക് പോകണ്ടു. നമ്മൾ പോയി അങ്ങനെയല്ല സഹായം. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ട്രേഡുകളായാലും എന്ന നിലയിൽ നമ്മൾ പോയി തൊഴിലാളികളോട് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചതിന് ന്യായമാണ്, ബാക്കിയുള്ളവന്മാരൊന്നും വേണ്ട രീതിയിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കോവിഡിന്റെ സമയത്ത് മുഴുവൻ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഞങ്ങൾ പോലീസ് പറഞ്ഞത് അവസാനം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ആ മീറ്റിംഗ് അത്രമാത്രം സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ജോലിയുടെ കാര്യത്തിലൊക്കെ അത്രയും മാത്രം കൃത്യനിഷ്ഠയോടുകൂടി പങ്കെടുക്കുന്ന ആളാണ്. റിട്ടയർഡ് പ്രിൻസിപ്പൽ തോമസ് വെള്ളിയാന്തടം, DCC ജനറൽ സെക്രട്ടറി NA ബെന്നി, KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീകുമാർ, സോണൽ ഓഫീസർ K രാധാകൃഷ്ണൻ, CITU ജില്ലാ സെക്രട്ടറി സലീം, INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സിജി ജോസഫ്, BMS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അരവിന്ദ്, SUCI ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ, ഡിലിജൻസ് അക്കാദമി ഡയറക്ടർ ബെന്നി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KR സോമരാജ് സ്വാഗതം പറഞ്ഞു. MN അനിൽ മറുപടി പ്രസംഗവും നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ഫെഡറൽ ബാങ്കിന്റെ മങ്ങാട്ടുകവല ബ്രാഞ്ച് നവീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ന്യൂമാൻ കോളേജിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. ATM കം CDMന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. ബാങ്കിംഗ് മേഖലയിലെ പ്രധാനപ്പെട്ട ബാങ്കായ ഫെഡറൽ ബാങ്കിന്റെ മങ്ങാട്ടുകവല ബ്രാഞ്ച് നവീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ന്യൂമാൻ കോളേജിന് എതിർവശത്താണ് ഫെഡറൽ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. ഗവൺമെന്റ് സ്കൂളൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണ്. കാരണം എല്ലാവരും ഒരേ സാമ്പത്തിക നിലയിലുള്ളവരല്ല. സാമ്പത്തിക നിലയുള്ളവര് വലിയ വലിയ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഇടത്തരക്കാരായ പാവങ്ങളായ മക്കൾക്ക് ഒരാശ്രയം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് സ്കൂളാണ്. 53,000 രൂപയുടെ ഒരു മൈക്ക് സെറ്റാണ് ഗവൺമെന്റ് LP ശാസ്താംപാറ സ്കൂളിലേക്ക് സുബിൻ സംഭാവന ചെയ്തത്. സുബിന്റെ ആ ഒരു കഴിവാണ്. നമുക്കറിയാം, ഒരു പ്രവർത്തനം, അതായത് അവരുടെ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചാണ്. എങ്കിലും നമുക്കറിയാം പല പദ്ധതികളും നമ്മുടെ ഓരോ സ്കൂളിലും നമ്മുടെ സമൂഹത്തിലും നടപ്പിലാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന്റെ പിന്നിൽ ഒരാളുടെ പ്രവർത്തനം വേണം. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരെ സമൂഹത്തിന്റെ മുൻപോട്ട് കൊണ്ടുവരുവാൻ ഫെഡറൽ ബാങ്ക് നിർവഹിക്കുന്ന നിസ്തുലമായ പങ്കിനെ അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്ലാഘിച്ചു. 24 മണിക്കൂറും പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യമൊരുക്കുന്ന ATM കം CDM സൗകര്യവും നവീകരിച്ച ബ്രാഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ATM കം CDMന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫെഡറൽ ബാങ്ക് ഇടപെടണം എന്നാണ് ഈ അവസരത്തിൽ ഞാൻ മാഡത്തിനോട് സംസാരിച്ചു. മാഡം തീർച്ചയായിട്ടും തൊടുപുഴയിലെ വ്യാപാരികൾക്ക് ഒരു സ്കീം ഏറ്റവും പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ ബാങ്ക് സുബിന്റെ നേതൃത്വത്തിൽ നന്നായിട്ട് പോകട്ടെ. ലോക്കർ സൗകര്യത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് നിർവഹിച്ചു. ലോൺ പോയിന്റിന്റെ ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് നിർവഹിച്ചു. പ്രഭാകരൻ നായർ PN, പത്രോസ് CP, സലീം PA എന്നീ ഫെഡറൽ ബാങ്ക് ഉപഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഫെഡറൽ ബാങ്ക് കോട്ടയം സോൺ തലവനും വൈസ് പ്രസിഡന്റുമായ നിഷ K. ദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി പ്രസിഡന്റും റീജിയണൽ ഹെഡുമായ ബുഷി സത്യൻ, റിട്ടയർഡ് റീജിയണൽ ഹെഡ് തോമസ് ആന്റണി, തൊടുപുഴ ബ്രാഞ്ച് ഹെഡ് സുബിൻ സണ്ണി, അഗ്രി ഡിപ്പാർട്ട്മെന്റ് റിലേഷൻഷിപ്പ് മാനേജർ ജസ് സണ്ണി, സേവേഴ്സ് ഹോം സ്ഥാപകൻ ഫാദർ മാത്യു J. കുന്നത്ത്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ,
തൊടുപുഴ. സ്വാമി അയ്യപ്പദാസിന്റെ 75ാം ജന്മദിനം ആഘോഷിച്ചു. തൊണ്ടിക്കുഴ ക്ഷേത്രം ഹാളിൽ ചേർന്ന ജന്മദിനാഘോഷ പരിപാടി ജന്മഭൂമി മുൻ മുഖ്യപത്രാധിപൻ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. RSS വിഭാഗ സംഘാലക് KN രാജു അധ്യക്ഷത വഹിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജ സ്ഥാപക ട്രസ്റ്റി VK വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. തന്ത്രി മുഖ്യൻ ലാൽ പ്രസാദ് ഭട്ടതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. സ്വാമി അയ്യപ്പദാസിന്റെ 75ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. തൊണ്ടിക്കുഴ ക്ഷേത്രം ഹാളിൽ ചേർന്ന ജന്മദിനാഘോഷ പരിപാടികളിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ ആശംസകൾ നേർന്നു. ജന്മഭൂമി മുൻ മുഖ്യപത്രാധിപൻ പി നാരായണൻ ജന്മദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വജ്രം പോലെ കഠോരനും പൂ പോലെ മൃദുലനുമാണ് എന്നുള്ള ഒരു അനുഭവം അദ്ദേഹവുമായിട്ടുള്ള ദീർഘകാല പരിചയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSS വിഭാഗ സംഘാലക് KN രാജു അധ്യക്ഷത വഹിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജ സ്ഥാപക ട്രസ്റ്റി VK വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവരും ഉൾക്കൊള്ളാൻ ഹിന്ദുവിനെ കഴിയും. എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെ സ്വീകരിക്കാൻ ഹിന്ദുവിനെ കഴിയും. ബാക്കി എല്ലാവർക്കും അവരുടെ പരിമിതികളാണ്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ വിശാല മനസ്ഥിതി, സനാതന ധർമ്മം, സമർപ്പണം, ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായ മനോഭാവം, ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഹിന്ദുവിൻ്റെതാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഴുവൻ അങ്ങനെയാണ് വ്യാഖ്യാനം. ലോകം അതുകൊണ്ട് നമ്മളെ ബഹുമാനിക്കുന്നു. പൂജ്യസ്വാമി ധരിച്ചിരിക്കുന്ന കാര്യം ത്യാഗത്തിൻ്റെതാണ്. ജഗദ്ഗുരു ശങ്കരാചാര്യ മുതൽ ഭാരതം മുഴുവൻ ഈ രാഷ്ട്രത്തെ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി 4 മഠങ്ങൾ സ്ഥാപിച്ച് ലോകം മുഴുവൻ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച സ്വാമി ദശനാമി സമ്പ്രദായം, സന്യാസി സമുദായം ആരംഭിച്ചു. ആ നിലയിലൊക്കെ നോക്കുമ്പോൾ സന്യാസിമാർ നാടിനു വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പദാസ് സ്വാമിയെ നമ്മൾ ഇന്ന് ആദരിക്കുമ്പോൾ സനാതന ധർമ്മത്തെ, സംസ്കാരത്തെ, ദേശീയത്തെ, ഐക്യത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്. സ്വാമിക്ക് എല്ലാവിധ ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്ത്രി മുഖ്യൻ ലാൽ പ്രസാദ് ഭട്ടതിരി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ജനറൽ സെക്രട്ടറി ഈറോഡ് രാജൻ, BJP ദേശീയ സമിതി അംഗം PM വേലായുധൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി KS നാരായണൻ, തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, സംഘചാലകന്മാരായ EV നാരായണൻ, S സുധാകരൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സ്വാമി ദേവചൈതന്യ, BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ്, എമർജൻസി വിക്ടിം അസോസിയേഷൻ സെക്രട്ടറി R മോഹൻ, സമിതി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻകുട്ടി, BJP ജില്ലാ പ്രസിഡന്റ് PP സാനു എന്നിവർ ആശംസകൾ നേർന്നു. സ്വാമി അയ്യപ്പദാസ് മറുപടി പ്രസംഗം നടത്തി. തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു സ്വാഗതവും, സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം S പത്മഭൂഷൺ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള സർക്കാർ സ്ഥാപനമായ IHRയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-2026 അധ്യയന വർഷത്തിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. 7ാം ക്ലാസ്സോ തത്തുല്യ പരീക്ഷയോ പാസ്സായവർക്കും പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ IHRയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായും അപേക്ഷിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി 9/4/2025. വിശദ വിവരങ്ങൾക്ക് 8547005014 9447599167 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തെക്കുംഭാഗം പുളിക്കൽ അഡ്വക്കേറ്റ് PS മൈക്കിൾ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 വീട്ടിലാരംഭിച്ച് കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ. ഭാര്യ ജാസ്മിൻ കടനാട് മണിമല കുടുംബാംഗം, മക്കൾ അഞ്ഞു, ഗീതു, ക്രിസ്, മരുമക്കൾ ഫെബിൻ അരീക്കൽ അങ്കമാലി, ആന്റോ പഴനിലത്ത് ചേരാനല്ലൂർ, ഹന്ന കോടക്കുളം പുറപ്പുഴ. എല്ലാവരും ഓസ്ട്രേലിയയിൽ. കഴിഞ്ഞ ദിവസം നിര്യാതനായ കരിമണ്ണൂർ കുഴുപ്പിള്ളിൽ ജോയ് ജോസഫിന്റെ സംസ്കാരം നടത്തി. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. സംവത്സരങ്ങൾ നീണ്ട ഈ ജീവിതത്തിന് ശേഷം വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ സംതൃപ്തിയോടെ ഉരുവിട്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ഈ വന്യപിതാവ്, അയൽക്കാരുടെ സ്നേഹിതൻ, പള്ളിയിൽ വേണ്ടപ്പെട്ട കൈക്കാരനൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ട ജോയി ചേട്ടൻ കടന്നു പോവുക. തീർച്ചയായും ഈ വേർപാട് വേദനാജനകമാണ്. ജോയി ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലിയച്ഛനെ ഓർക്കുകയായിരുന്നു. ഇടവകയ്ക്ക് ഒത്തിരി സേവനം ചെയ്ത ഒരു കൈക്കാരൻ.
ഏത് അസമയത്തും രാത്രിയിലും പള്ളിയിലുള്ള ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും വേണ്ടി കാത്തു നിൽക്കാതെ ജോയിച്ചേട്ടൻ ഓടിച്ചെല്ലുമായിരുന്നു. ഒരു പ്ലംബിങ്ങോ ഏത് ജോലിയായാലും പണിക്കാരൊന്നും വരാൻ കാത്തു നിൽക്കില്ല. എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്ത് തീർത്തതിന് ശേഷമേ മടങ്ങി വരികയുള്ളൂ. അതിനുവേണ്ടി നന്ദിക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കാറുമില്ല. അതുപോലെ തൊട്ടയൽവക്കത്തെ ജോസാർ, അത്തിക്കിലെ ജോസാർ പറഞ്ഞു, ഒരാവശ്യം ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് മറ്റാരും സഹായിക്കാനില്ല എന്ന് കണ്ടാൽ പിന്നെ ഇടംവലം നോക്കാതെ അവനോടൊപ്പം ഇറങ്ങി പുറപ്പെടുകയാണ്. അവനെ സഹായിച്ച് അവൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുത്തതിന് ശേഷമേ തിരിച്ചു വീട്ടിൽ കയറുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ആരോരും സഹായിക്കാനില്ലാത്തവരെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യാനായിട്ടുള്ള വലിയൊരു മനസ്സ് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമായിട്ട് എണ്ണപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. പെട്ടെന്നുള്ള വേർപാട് നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഭാര്യ സൂസനെയും മക്കള് ടോണിയച്ചനെയും സോണിയെയും അൻസിയും ഒക്കെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഈ അപ്പച്ചൻ കടന്നു പോയിരിക്കുന്നത്. എങ്കിലും നമുക്ക് ആശ്വസിക്കാനുള്ള വചനം കർത്താവ് നൽകുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, മരിച്ചാലും നിത്യം ജീവിക്കും. എൻ്റെ വചനം പാലിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവൻ അവൻ നിത്യം ജീവിക്കുന്നതാണ്. ഈ മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. മരണം നിത്യജീവിതത്തിലേക്കുള്ള കവാടമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിലും ജോയിച്ചേട്ടൻ നിത്യജീവിതത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്രകാരം ആവോളം സ്നേഹം ഞങ്ങൾക്ക് പകർന്നു തന്ന ഞങ്ങളുടെ പപ്പായ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നത്. ഞങ്ങളുടെ പപ്പായയിലൂടെ കഴിഞ്ഞ 70 വർഷക്കാലം ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി ദൈവത്തിന് പറയുന്നു. ഒത്തിരി അധ്വാനിച്ച ഞങ്ങളുടെ 3 പേരെ വളർത്തിയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടതല്ല ഞങ്ങളുടെ പപ്പ ഒറ്റയ്ക്കുന്നത്. എന്നും കൈപിടിച്ച് നടത്തി എന്ന് ഞങ്ങൾക്ക് താങ്ങുന്നു. ഇത് ദൈവം ഞങ്ങളെ പപ്പായുടെ വേർപാട് അന്ന നിമിഷം മുതൽ അനേകർ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നും പപ്പായും ഞങ്ങളെയും സ്നേഹത്തോടെ കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പിതാവ് ഇന്നേ ദിവസം ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്ക് കുടുംബത്തിന് അതിയായ നന്ദിയുണ്ട്. ബഹുമാനന്റെ മഠത്തിലുള്ള പിതാവ് പപ്പായുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകുന്നു. പിതാവിൻ്റെ ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് അഭിവിന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഈ സങ്കടത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വളരെ പ്രത്യേകമായിട്ട് കോതമംഗലം, ഇടുക്കി, തലശ്ശേരി, എറണാകുളം, പാലാ രൂപതകളിലെ വൈദികരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്.
ഞറുക്കുറ്റി ചെറുനിലം വട്ടക്കുന്നിൽ വിഒ വർഗീസ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 വീട്ടിലാരംഭിച്ച മുതലക്കോടം സെന്റ് ജോർജ് ഫൊറന പള്ളിയിൽ. ഭാര്യ പരേതയായ ശോശാമ്മ വർഗീസ്, ഇരട്ടി ചെമ്പിലകത്ത് കുടുംബാംഗം, മകൾ സോണിയ വർഗീസ്, മരുമകൻ അഭിലാഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-ന് നടക്കും. മാരിയിൽ കലുങ്ക് പാലത്തിന്റെ കാഞ്ഞിരമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഹാരിസൺ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി കാളിയാർ ജുമാ മസ്ജിദ് കമ്മിറ്റിയും വിശ്വാസികളും രംഗത്ത്. പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഫെഡറൽ ബാങ്കിന്റെ മങ്ങാട്ടുകോല ബ്രാഞ്ച് നവീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.